അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ വലിയ കലാകാരി മാർട്ടിന ചാൾസ്. ഹായ്. ഹലോ. സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ എത്രല്ല? 9ലാണോ? ഇപ്പൊ 10ലോട്ട്. ഇനി 10ലോട്ട്. ഓക്കെ. അപ്പൊ എങ്ങനെ പോകുന്നു സ്കൂളിംഗ് ഒക്കെ? സ്കൂളിംഗ് ഹോം സ്കൂളിംഗ് ആണ്. അന്നേരം തന്നെ വീട്ടിലിരുന്ന് പഠിക്കുന്നു. ആരെങ്കിലും കോച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ തന്നെ പഠിക്കുന്നു. അപ്പൊ എക്സാം എഴുതാൻ എങ്ങനെയാണ്? എക്സാം ഒക്ടോബറിലും മാർച്ചിലാണുള്ളത്. അങ്ങനെ ടൈം ആകുമ്പം എക്സാം പോയിട്ട് സെന്ററിൽ പോയി എഴുതണം. അങ്ങനെ. ഓക്കെ. ടെൻഷൻ ഉണ്ടോ? 10ലല്ലേ? ചെറുതായിട്ട്. ഓക്കെ. അപ്പോൾ എത്രാം ക്ലാസ്സിലാണ് മോള് വയലിൻ കയ്യിലെടുക്കുന്നത്? ഞാൻ 2nd സ്റ്റാൻഡേർഡ് തൊട്ടാണ് വയലിൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് വയലിനിലേക്ക് എത്തിയത്? ചെറുപ്പം തൊട്ട് എനിക്ക് വയലിൻ്റെ ടോൺ ഇഷ്ടമായിരുന്നു. അപ്പോൾ കീബോർഡിസ്റ്റാണ്. നേരം സീക്വൻസ് ചെയ്യുന്ന സമയത്ത് വയലിൻ്റെ ടോൺ വെച്ച് വായിക്കുമ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ 6-7 വയസ്സായപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വയലിൻ പഠിക്കണം എന്ന് പറഞ്ഞു. അന്നേരം അപ്പോൾ ഓക്കെ പറഞ്ഞു, പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കണ്ണൂരുള്ള ഫിലിപ്പ് ഫെർണാണ്ടസ് മാഷ് എന്നെ ഫസ്റ്റ് വയലിൻ പഠിപ്പിച്ചത്. 8th ഗ്രേഡ് വരെ വയലിൻ ആളാണ് പഠിപ്പിച്ചത്. പിന്നെ തൃശ്ശൂർ ചേതനയിലുള്ള ഫാദർ തോമസ് ചക്കലോട് CMI അച്ഛൻ എന്നെ തൃശ്ശൂരോട്ട് വിളിച്ചു, ബാക്കി ഹയർ സ്റ്റഡീസ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ. എന്നിട്ട് തൃശ്ശൂരോട്ട് ഞങ്ങൾ താമസം മാറി. അവിടുന്ന് പിന്നെ ബാക്കി കുറച്ചും കൂടെ നല്ലോണം വയലിൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ തന്നെ പ്രശസ്ത വയലിനിസ്റ്റ് ആയിട്ടുള്ള കരോജോത് സാറ് കൊച്ചിയിലാണ്. സാറിൻ്റെ അടുത്ത് തന്നെ പഠിക്കാൻ പറ്റൂ. ഇപ്പം സാറുണ്ട് ഗുരു. അങ്ങനെ. അപ്പോൾ ഈ ഒരു ലണ്ടനിൽ നിന്നൊരു ഫെലോഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്ത് ഫെലോഷിപ്പാണ്? അത് ട്രിനിറ്റി കോളേജ് ലണ്ടൻ എന്ന കോളേജിലെ 8 ഗ്രേഡുകളും 3 ഡിപ്ലോമയാണ് ഉള്ളത്. അന്നേരം 8 ഗ്രേഡുകളും കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ഡിപ്ലോമ ATCL അസോസിയേറ്റ് ഓഫ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ, സെക്കൻഡ് LTCL ലൈസൻഷ്യേറ്റ് ഓഫ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ, തേർഡ് ഫെലോഷിപ്പ് ഓഫ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ FTCL. അതും കഴിഞ്ഞു. 3 ഡിപ്ലോമയും കഴിഞ്ഞു. അപ്പോൾ ദിവസവും പ്രാക്ടീസിങ് ഉണ്ടോ? കാരണം സ്കൂളിങ് വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം എത്ര നേരം പ്രാക്ടീസ് ചെയ്യും? എങ്ങനെയാണ് അതിൻ്റെ ടൈമിങ്സ് ഒക്കെ? നോർമലി ഞാൻ 6 മണിക്കൂറാണ് ചെയ്യുന്നത്. രാവിലെ 5 മണിക്ക് എണീക്കും, എന്നിട്ട് പ്രാക്ടീസ് തുടങ്ങും. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ സ്കൂളിലത്തെ പഠിക്കും. വയലിൽ നിന്ന് ഫ്രീ ആവുന്ന സമയത്തൊക്കെയാണ് സ്കൂളിലത്തെ നോക്കാറ് മെയിൻലി. അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ ഞങ്ങളുടെ തുറന്നു. അങ്ങനെ. ഫെലോഷിപ്പ് ഒക്കെ തേടി വന്നപ്പോൾ എല്ലാവരും എന്താണ് പറഞ്ഞത്? മീൻസ് ഫ്രണ്ട്സ്, ഇത്രയും വലിയൊരു അംഗീകാരമല്ലേ മോളെ തേടി ചെറിയ പ്രായത്തിൽ വന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഫാമിലി അവരൊക്കെ എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ഒരു പ്രതികരണം? എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു, നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പ്രോഗ്രാംസിനായിട്ട് പുറത്തൊക്കെ പോകാറുണ്ടോ? പ്രോഗ്രാംസിന് പോകാറുണ്ട്. പിന്നെ അപ്പോഴും ഞാനായിട്ട് വയലിൻ ഫ്യൂഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്റ്റേജിലാണ് പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയത്? എന്തൊക്കെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്? 8 രാജ്യങ്ങളിലെ ഓർക്കസ്ട്രയായ സൗത്ത് ഏഷ്യൻ സിംഫണി ഓർക്കസ്ട്രയിലെ യങ്ങസ്റ്റ് മെമ്പറാണ് ഞാൻ. അന്നേരം വർഷത്തിലൊരിക്കലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഒന്ന് ചെന്നൈയിൽ നടന്നു, പിന്നെ ഒന്ന് ഡൽഹിയിൽ നടന്നു. ഇനി നവംബറിൽ ബോംബെയിലുണ്ട്. പിന്നെ 2022 ഓൾ ഇന്ത്യ കോൺബ്രിയോ ജൂനിയർ വയലിൻ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടി. 2023 ഓൾ ഇന്ത്യ കോൺബ്രിയോ വയലിൻ കോമ്പറ്റീഷൻ അത് സീനിയറിൽ ഫസ്റ്റ് കിട്ടി. പിന്നെ സ്റ്റോപ്പ് ക്യാപ്സ് കൾച്ചറൽ അക്കാഡമി അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട്. അത് ബോംബെ NCP ഹാള്, അത് പ്രശസ്ത ഒരു ഹാളാണ്, അവിടെ വായിക്കാൻ അവസരം കിട്ടി. പിന്നെ ഡൽഹിയിൽ കുറച്ച് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ FTCL ഫെലോഷിപ്പ് കഴിഞ്ഞപ്പം ട്രിനിറ്റി കോളേജ് ലണ്ടൻ്റെ ഇന്ത്യൻ ബ്രാഞ്ച് അവരെന്നെ വിളിച്ചിട്ട് ആദരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡൽഹിയിലൊരു പെർഫോമൻസ് അങ്ങനെയായിട്ട്. ഞാൻ ഏത് പാട്ട് പറഞ്ഞാലും എനിക്ക് വായിച്ചിരുന്നു അറിയാം. പക്ഷേ എന്താണ് ആദ്യമായിട്ട് വായിച്ചൊരു പാട്ട് ഏതായിരിക്കും? ആദ്യമായിട്ട് വായിച്ചത് കുറേ പാട്ട് വായിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുള്ളത് ജെറി അമൽദേവ് സാറിൻ്റെ
മിഴിയോരം എന്ന് പറഞ്ഞ പാട്ടായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. ഒരുപാട് ചാനലിലേക്കൊക്കെ പോയിട്ടുണ്ടല്ലേ ഷോസിന്? എവിടേക്കാണ് പോയിട്ടുള്ളത്? ഞാൻ ഫ്ലവേഴ്സിൻ്റെ മിടുമിടുക്കി എന്ന് പറഞ്ഞ ചാനലിൽ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം പോയത് അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനാണ്. അപ്പോൾ ഏതൊക്കെ സെലിബ്രിറ്റീസിനെ നേരിട്ട് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്? സ്റ്റീഫൻ ദേവസി അങ്കിളിൻ്റെ കൂടെ പെർഫോം ചെയ്തിട്ടുണ്ട്, പിന്നെ അൽഫോൺസ് അങ്കിളിൻ്റെ കൂടെ പെർഫോം ചെയ്തു, പിന്നെ ഫ്രാൻസിസ് അങ്കിളിൻ്റെ കൂടെ പെർഫോം ചെയ്തു. അങ്ങനെ. ഓക്കെ. അപ്പോൾ മോളുടെ ഒരു റോൾ മോഡൽ, ഇപ്പോൾ പപ്പ ഓഫ് കോഴ്സ് കീബോർഡിസ്റ്റ് ആണ്, അപ്പോൾ പപ്പ ഒരു റോൾ മോഡൽ തന്നെ ആയിരിക്കും. എന്നാലും വയലിനിസ്റ്റുകളിലെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ആരെയായിരിക്കും മോള് പറയുക? തിരഞ്ഞെടുക്കാൻ പ്രയാസമാണ്. എന്ന് വെച്ചാൽ കുറേ നല്ല പ്രൊഫഷണൽസ് ഉണ്ട്. ഇപ്പോൾ എടുക്കുവാണെങ്കിൽ 2 വയലിനിസ്റ്റുകളെയും പറയാം. ഒരാൾ എടുക്കാൻ ബുദ്ധിമുട്ട്. ഇറ്റ്സക് പോൽമനും ഹിലരി ഹാൻ എന്ന് പറഞ്ഞ വയലിനിസ്റ്റ്. ഓക്കെ. എങ്ങനെയാണ് ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ എന്നും കാണാറുണ്ടോ? വയലിൻസ് കാണാറുണ്ട്. ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാറ്റിനക്കുട്ടിയുടെ ഫാമിലി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാറ്റിനക്കുട്ടി മാത്രമല്ല, അച്ഛനും അമ്മയും ഒക്കെ കലാകാരന്മാരാണ്. അമ്മ പാട്ട് പാടും, അച്ഛൻ കീബോർഡിസ്റ്റ് ആണ്. അങ്ങനെ എന്തൊക്കെയാണ് മോളെ പറ്റിയിട്ട്, എന്താണ് ഇപ്പോൾ മോളെ പറ്റിയിട്ട് തോന്നുന്നത്? മോളെ പറ്റി നല്ല അഭിമാനം തോന്നുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഈ കോഴ്സുകളെല്ലാം പൂർത്തിയാക്കാൻ പറ്റിയില്ല. ദൈവാനുഗ്രഹം. പിന്നെ മോള് നന്നായിട്ട് കഷ്ടപ്പെട്ടു. പിന്നെ എല്ലാ ഗുരുക്കന്മാരും പറയും എൻ്റെ മോൾ അങ്ങനെ തന്നെ ഗുരുക്കന്മാരെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു. ഗുരുക്കന്മാരുടെ അനുഗ്രഹം എല്ലാം കിട്ടിയത് കൊണ്ട് ഇത് നേടാനായി. ഇപ്പം മോള് പറഞ്ഞു, മോള് അച്ഛനോട് വന്ന് പറഞ്ഞു, അല്ല പപ്പനോട് വന്ന് പറഞ്ഞു ഇതേപോലെ പഠിക്കാൻ പോകണമെന്ന്. അപ്പം പപ്പ കീബോർഡിലാണല്ലോ, അപ്പം മോള് വയലിനോടാണല്ലോ താല്പര്യം കാണിച്ചത്. അപ്പം എങ്ങനെയാണ്, മീൻസ് വയലിനാണല്ലോ പഠിപ്പിക്കാൻ വിട്ടത്, അപ്പം എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ? അതെ, ചെറുപ്പം മുതൽ നമ്മളിങ്ങനെ സോങ്സ് സീക്വൻസ് ചെയ്യുന്ന സമയത്തെ 6 മാസമായപ്പോൾ, ജനിച്ച 6 മാസമായപ്പോൾ തന്നെ ഈ വയലിൻ്റെ ടോണ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടം കാണിച്ചു, ഒരു ഇഷ്ടമുള്ള പോലെ കാണിച്ചു. അപ്പം പിന്നെ ഇത് സോങ്ങൊക്കെ പഠിക്കുമോ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, മ്യൂസിക് താല്പര്യമാണെന്ന് അറിയില്ല. പിന്നെ ഒരു 1-ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേനും പറഞ്ഞ് വയലിൻ പഠിക്കണം, വയലിനോടാണ് താല്പര്യം. പിന്നെ വയലിൻ പഠിപ്പിക്കാമെന്ന് വെച്ചു. അപ്പം നമുക്കവിടെ കണ്ണൂരായിരുന്നല്ലോ നമ്മൾ താമസം. അവിടെ ഏറ്റവും നല്ല മാഷ് ഫിലിപ്പ് മാഷിൻ്റെ അടുത്ത് അങ്ങനെ വിട്ടു. അങ്ങനെ പിന്നെ അന്നേരം മുതലേ പഠിക്കുന്നത് ഏറ്റവും ടഫസ്റ്റായ ഉപകരണമാണല്ലോ വയലിൻ. അത് പിന്നെ ഏറ്റവും നല്ലതും. അത് മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പഠിക്കാൻ പറ്റി, അങ്ങനെ ഇതെല്ലാം ചെയ്യാനും പറ്റി. അപ്പൊ ജന്മനാ കിട്ടിയ ഒരു ഇതാണ് ഇത്. തമ്പുരാൻ തൊടാണ്ട് ഈ ഒരു ഉപകരണം മാത്രം. ഇപ്പോൾ കീബോർഡൊക്കെ എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വന്നു, വയലിൻ മാത്രം തമ്പുരാൻ തൊടാണ്ട് ഈ സാധനം ആർക്കും വായിക്കാനാവില്ല. മോളെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? മോളെ പറ്റി പറയാൻ നല്ല സന്തോഷം തോന്നുന്നു. അവൾക്ക് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്ര എത്താൻ പറ്റിയല്ലോ. ഇനി പരമാവധി പഠിപ്പിക്കാൻ പറ്റുന്ന എത്ര പഠിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു ഞങ്ങൾ. അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞാനും ചെയ്തു കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഒരു കലാകാരി എന്ന നിലയ്ക്ക് ഏതാണ് ഏറ്റവും സ്വപ്നമായിട്ടുള്ളൊരു സ്റ്റേജ്? ഏതാണ്? എനിക്കൊരു നല്ല മ്യൂസീഷ്യൻ ആകണം എന്നാണ് ആഗ്രഹം. പിന്നെ നല്ലൊരു സോളോ വയലിനിസ്റ്റായിട്ട് പിന്നെ പുറത്ത് പോയി പല സിംഫണീസ് ഉണ്ടല്ലോ, സിംഫണി ഓർക്കസ്ട്ര, അവരുടെ കൂട്ടത്തിലൊക്കെ പോയി വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. അപ്പം ആരുടെ കൂടെ വായിക്കണം? അങ്ങനെ ഒരാളുടെ കൂടെ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഇന്ന ആളുടെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്താൽ കൊള്ളാം അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല, ഇങ്ങനെ നല്ല കുറേ സിംഫണി ഓർക്കസ്ട്രാസിൻ്റെ കൂട്ടത്തിൽ വായിക്കണം എന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ മോളുടെ എല്ലാ ആഗ്രഹവും നടക്കട്ടെ. മോള് ആഗ്രഹിച്ച സ്റ്റേജിലേക്കൊക്കെ എത്താൻ പറ്റട്ടെ. വലിയ വലിയ ഉയരങ്ങളിൽ ഇനിയും പോവാൻ ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റട്ടെ. അപ്പോൾ എൻ്റെയും __ൻ്റെയും വക എല്ലാ ആശംസകളും. താങ്ക് യു.